സൂംബ ഡാൻസിനെതിരെ വിമർശനം ഉന്നയിച്ച അധ്യാപകൻ ടി.കെ. അഷ്റഫിന് സസ്പെൻഷൻ. അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എടത്തനാട്ടുകര PKM UP സ്കൂളിന്റെ നടപടി. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. പാലക്കാട് നിന്ന് അജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഷനുള്ള നീക്കം നടക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ആ ഉത്തരവ് കൈപ്പറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എത്ര ദിവസത്തേക്കാണ് സസ്പെൻഷൻ? അത്തരത്തിലുള്ള ഒരു സമയപരിധി പറഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി പത്മ, ഏതാണെങ്കിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഉത്തരവ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു, വേഗത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ ഇത്തരത്തിൽ നോട്ടീസ് നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് മറുപടി ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണം, അതായത് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് സുംബ ഡാൻസിനെതിരെ ഉന്നയിച്ചത്. താൻ ഇതിൽ പങ്കെടുക്കില്ലെന്നും ഇതിന്റെ സംസ്കാരത്തിനെതിരാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിമർശനം ഉന്നയിച്ചത്. മാത്രമല്ല, ഈ സർക്കാർ ഈ പരിപാടി നടത്തുന്ന പൊതുവിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾക്കെതിരാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഈ നടപടിക്ക് പിന്നാലെ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് ഈ അധ്യാപകനെതിരെയുള്ള അച്ചടക്ക നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അധ്യാപകരുടെ, അതായത് മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ KSTUവിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് മണ്ണാർക്കാട് AE ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ അധ്യാപകനെതിരെ ഇത്തരത്തിൽ നടപടിയെടുത്തത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇപ്പോൾ ലീഗ് അനുകൂല അധ്യാപക സംഘടന സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ ഉണ്ടാകുകയാണെങ്കിലും അധ്യാപകനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഉറപ്പായിരുന്നു നടപടി ഉണ്ടാകുമെന്ന്. അത് എത്ര വേഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കാര്യത്തിൽ പ്രത്യക്ഷമായി തന്നെ പരിശോധനയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമുണ്ടെന്നും അതുപോലൊപ്പം തന്നെ വിദ്യാഭ്യാസ സംസ്കാരത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വിശദീകരണം ചോദിച്ച് ഇന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് തന്നെ നടപടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.